ന്മാരോടുള്ള ഒരു സ്നേഹമായി അല്ലേ? എന്താ ഒരു ഭാഗത്ത് മദ്രസ സംവിധാനം തന്നെ തകർത്തിട്ട് മുസ്ലിയാക്കന്മാരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇവിടെ മദ്രസ ഇല്ലാണ്ടാക്കാൻ നോക്കുകയാണ്. ഇപ്പുറത്തോ മൊയ്ലാക്കന്മാർക്ക് ക്ഷേമനിധി. മദ്രസ ഇല്ലേ പിന്നെന്ത് മൊയ്ലാരടോ? മദ്രസ അല്ലേ പിന്നെന്ത് മൊയ്ലാര്? മദ്രസ പഠിച്ചതാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പ്രസംഗിക്കുന്ന MLA-യുടെ നാടാത്. മദ്രസയിൽ പഠിച്ചവരെക്കാൾ ക്രൂരന്മാരാണ്. മദ്രസയിൽ പഠിച്ചവരെക്കാൾ സദാചാര വിരുദ്ധർ പുറത്തുള്ളവരെക്കാൾ മദ്രസയിൽ പഠിച്ചവരാണ് എന്ന് പറയാൻ തിന്ന ചോറിനും പഠിപ്പിച്ച സമുദായത്തോടും നന്ദിയുടെ അംശമില്ലാതെ പ്രസംഗിച്ച ഒരാളുടെ നാടായത്. എന്നിട്ട് മൊയ്ലാക്കന്മാരെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ട കുറെ ചരക്കുകൾ അതിന് ഫത്ത് പറക്കാൻ മുള്ളൂക്കര സഖാവു. ആരായി ചരക്ക്? മുള്ളൂക്കര സക്കാഫി എന്ന് ഞാൻ പറയൂല. കാര്യം എന്താണ്? അതൊരു വലിയ സ്ഥാപനവും ഒരു സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇയാൾക്ക് പറ്റിയ പേര്, ഈ ചരക്കിന് പറ്റിയ പേര് സഖാബ് എന്നാണ്. ഇയാളാണ് ആയത്തും ഹദീസും ഇയാളെക്കാൾ കൂടുതൽ മത്സരമായിരുന്നു. അങ്ങോട്ട് കേട്ടു. മൂപ്പർ ഒന്നോതിയാ മൂപ്പർ രണ്ടോതും. അങ്ങനെയായിരുന്നു കണക്ക്. എന്നിട്ടോ ഇയാൾ ഏതാണ് ഈ സംഭവം? പിണറായി വിജയന്റെ ജാഥ കാസർഗോഡ് അച്യുതാനന്ദനെ അട്ടിമറിക്കാൻ തിരുവനന്തപുരത്തേക്ക്. ആ ജാഥയുടെ തുടക്കം മുള്ളൂക്കര സഖാവിന്റെ പ്രസംഗം. ഞാൻ ഇത്തവണ ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചതായിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല. പക്ഷെ എന്റെ സങ്കടം മാറിയത് ഇത് കണ്ടപ്പോഴാണ്, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴാണ്. നഊദുബില്ല, ഈ ചരക്കിനൊക്കെ സ്റ്റേജ് കുത്തിരിപ്പിച്ച സ്റ്റേജ് കത്തിപ്പോകൂടോ? ഞാരെവിടെ പഠിപ്പിക്കണത്? ഈ ജാതി തിരി വണ്ണത്തിലല്ല, അതിലും വണ്ണത്തിൽ തലയിൽ കെട്ടുകെട്ടി വന്ന് ഈ സമുദായത്തെ തകർക്കാൻ വന്ന നൂറുകണക്കിന് ആളുകളെ കണ്ടിട്ടാണ് 60 കൊല്ലക്കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. ഈ ജാതി കപട വേഷധാരികളെ, സമുദായത്തിന് അപമാനമുണ്ടാക്കാൻ വരുന്നവരെ, സമുദായത്തെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നവരെ. എന്നിട്ട് പറയാണ് മുസ്ലിയാക്കന്മാർക്ക് ക്ഷേമനിധി ഏർപ്പാട് ചെയ്ത മഹാപ്രതിഭകൾ.